കൊണ്ടോട്ടി കീഴ്ശ്ശേരിയിൽ നവവധുവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കൊണ്ടോട്ടി സ്വദേശിനിയായ 19-കാരി ഷഹാന മുംതാസ് ആണ് ജീവനൊടുക്കിയത്. നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചതാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് ഷഹാന മുംതാസിനെ വീട്ടിലെ മുറിക്കുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2024 മെയ് 27-നായിരുന്നു ഷഹാനയും മൊറയൂർ സ്വദേശി അബ്ദുൾ വാഹിദും തമ്മിലുള്ള വിവാഹം നടന്നത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വാഹിദ് ഗൾഫിലേക്ക് പോയി. ഭർത്താവ് ഫോണിലൂടെ മാനസികമായി ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നാണ് ഷഹാനയുടെ കുടുംബം ആരോപിക്കുന്നത്. ഷഹാനയ്ക്ക് നിറം കുറവാണെന്ന് പറഞ്ഞ വാഹിദ് കുറ്റപ്പെടുത്തിയിരുന്നുവെന്നും മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നു. ഇതേ തുടർന്നാണ് ഷഹാന ജീവനൊടുക്കിയത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നിറത്തിന്റെ പേരിൽ വാഹിദ് നടത്തുന്ന കുറ്റപ്പെടുത്തലുകൾക്ക് വാഹിദിന്റെ രക്ഷിതാക്കളും പിന്തുണ നൽകിയെന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. നിറത്തിന്റെ പേരിൽ വിവാഹബന്ധം ഏർപ്പെടുത്താൻ നിർബന്ധിച്ചു എന്നും ഷഹാനയുടെ കുടുംബം പറയുന്നു. സംഭവത്തിൽ പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനമാണ് ഷഹാന മുംതാസിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ബന്ധുക്കൾ മൊഴി നൽകിയത്. നിറത്തെ ചൊല്ലി ഷഹാനെ ഭർത്താവ് എപ്പോഴും കളിയാക്കിയിരുന്നതായും മരണം സംബന്ധിച്ച് രേഖാമൂലം പരാതി നൽകുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഷഹാന മുംതാസിന് നിറം കുറവാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും പറഞ്ഞ് ഭർത്താവ് അബ്ദുൾ വാഹിദ് നിരന്തരം കളിയാക്കുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പഠിക്കാൻ മിടുക്കിയായിരുന്ന ഷഹാന അടുത്തിടെ പഠനത്തിൽ പിന്നോട്ടായി. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മാനസിക പീഡനത്തിന്റെ വിവരം ഷഹാന തന്നെ നേരിട്ട് പറഞ്ഞത്. വാഹിദിന്റെ ബന്ധുക്കളോട് ഇക്കാര്യം സംസാരിച്ചെങ്കിലും കാര്യമുണ്ടായിട്ടില്ല. ഷഹാനയുടെ മരണത്തിൽ കൊണ്ടോട്ടി പോലീസ് വീട്ടിലെത്തിയാണ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഷഹാനയുടെ മൊബൈൽ ഫോണും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. ശേഷം മൃതദേഹം കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി.